എൻ്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല. എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട്. 10, 50, 60 വർഷമായി ഗേറ്റ് അടക്കാറില്ല. ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ, പോകാം, നടക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്, അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട CM-ന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അതല്ല, ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ? 2 വീഡിയോ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 2 പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കിടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരടുത്ത് നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്നതിന് സംശയമാണ്. കോടതിയിൽ ആ കടലാസെ തിരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട്. അതിൻ്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയെടുത്ത് നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാണ്. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്. ഞാൻ പടച്ചോനുണ്ട്, ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം, കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക, രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ? അതാണോ വാസ്തവം? അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണും.